सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संप्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहित प्रज्ञान घनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरि ओम। ओम शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवदु तद् वक्तारमवदु अवदु माम् अवदु वक्तारम्। ओम शांति शांति शांति। തൈത്തിരീയ ഉപനിഷത്ത് കൃഷ്ണ യജുർവേദീയ ദ്വിതീയ അധ്യായം ബ്രഹ്മാനന്ദവല്ലി 6ാം അനുവാകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാധകർക്കും വിനീത പ്രണാമം. 6ാം അനുവാകം നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അസന്നേവ സഭവതി അസദ് ബ്രഹ്മേതി വേച്ചേത അസ്തി ബ്രഹ്മേതി ചേത്വേദ അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേദ്വേദ സന്തമേനം തഥോ വിദുരിതി തഥ തസ്യേഷൈവ ശാരീരാത്മാ യഃ പൂർവസ്യം അധാതോനു പ്രശ്നാഃ ഉദാ വിദ്വാനമും ലോകം പ്രേത്യ കച്ഛന ഗച്ഛതി ആഹോ വിദ്വാനമും ലോകം പ്രേത്യ കച്ചിത് സമശ്നുതാ സോകാമയദ ബഹുസ്യാം പ്രജായേതി സതപോതപ്യദാം സതപസ്തപ്ത്വാ ഇദഗും സർവമസൃജത യദിദം കിഞ്ച തത്സൃഷ്ട്വാ തഥൈവാനുപ്രാവിശത് തദനുപ്രവിശ്യ സച്ചത്തച്ഛാഭവത് നിരുക്തം ച നിരുക്തം ച നിലയനം ച നിലയനം ച വിജ്ഞാനം ച വിജ്ഞാനം ച സത്യം ച നൃതം ച സത്യമഭവത് യദിദം കിഞ്ച തത്സത്യമിത്യാചക്ഷതേ തദപ്യേഷ ശ്ലോകോ ഭവതി. ദ്വിതീയ അധ്യായം യാജ്ഞവൽക്യ മഹർഷി ആരംഭിച്ചത് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന സൂത്രവാക്യത്തോടുകൂടി ലക്ഷണവാക്യത്തോടുകൂടി ആരംഭിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് സൃഷ്ടിയുടെ ക്രമമാണ് കണ്ടത്. ആകാശം വായു അഗ്നി ഇങ്ങനെ പഞ്ചമഹാഭൂതങ്ങളെല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം ഭഗവാൻ ആ ഓഷധികളെ സൃഷ്ടിച്ചു, പുരുഷന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ ജീവൻ്റെ തുടർച്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ശിഷ്യന്മാർ പറഞ്ഞു, എല്ലാ ജീവികളിലും ഞങ്ങൾക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാറ്റിലും ഈശ്വരനെ കാണാനുള്ള കഴിവ് കിട്ടാൻ നമ്മൾ ഒരുപാട് ഉപാസനകളും തപസ്സുകളും അല്ലേ, പൂർണ്ണമായി ഭഗവാനെ നമ്മളെ തന്നെ പൂർണ്ണമായും നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ചാൽ മാത്രമേ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നു ശിഷ്യന്മാർ. അപ്പോൾ ഗുരുനാഥൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ശരീരമല്ലേ, അപ്പോൾ അതിൽ തന്നെ ഞാൻ വിവേകം പറഞ്ഞു തരാം അല്ലേ. ഓരോ കോശങ്ങളായി എടുത്ത് ഇത്
ഈശ്വരൻ കുടികൊള്ളുന്നു, ഈശ്വര സൃഷ്ടിയാണിത് അല്ലേ. മറ്റ് അടുത്ത കോശം പറയുന്നു, അടുത്ത കോശം, അങ്ങനെ ഓരോന്നോരോന്നായി എടുത്ത് വിവേകിച്ച് പറഞ്ഞു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. അതിനെ നമ്മൾ പഞ്ചകോശ വിവേകം എന്ന് കണ്ടു. ആദ്യം അന്നമയം അല്ലേ, അത് ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, ഈശ്വരൻ വസിക്കുന്ന ഇടമാണത്. പ്രാണമയം കോശം അല്ലേ, അത് ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, ഈശ്വരൻ വസിക്കുന്ന മറ്റൊരു ഇടമാണ്. അടുത്തത് മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ എല്ലാ കോശങ്ങളും എടുത്തെടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾക്ക് സ്വന്തമായി ഒന്നുമില്ല. ഒരു ചെറിയൊരു കഥ ഇപ്പോൾ ഓർമ്മ വരുന്നു, നിങ്ങളുമായി പങ്കിടാം. തമിഴ്നാട്ടിൽ ഒരു മഹാത്മാവ് അവിടെ മഹാലക്ഷ്മി പൂജ നടത്തുകയാണ്. ഒരു ക്ഷേത്രത്തിൽ അമ്പാൾ എന്നാണ് അവർ വിളിക്കുക. അവരിങ്ങനെ പൂജ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, ഭക്തന്മാരുണ്ട്. ഈ മഹാത്മാവ് വന്നിട്ട് ഇവിടെ പൂജ നടത്തും. അപ്പോൾ ധാരാളം ആളുകളുണ്ട്. അതിലൊരു കള്ളനുണ്ടായിരുന്നു. അപ്പോൾ ഈ മഹാലക്ഷ്മിയുടെ, ദേവിയുടെ വിഗ്രഹത്തിലൊരു വൈര മൂക്കൂത്തി ഉണ്ടായിരുന്നു അല്ലേ, ഈ അമ്മമാരൊക്കെ മൂക്കിൽ ധരിക്കുന്ന, അത് വൈരത്തിൻ്റെ, അതായത് സ്വർണത്തിനേക്കാളും ഒക്കെ വിലയുള്ള സാധനം. അപ്പോൾ ഈ കള്ളൻ എന്ത് ചെയ്തു, എല്ലാവരും പൂജയിൽ ഇങ്ങനെ മുഴുകി ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കള്ളൻ എന്ത് ചെയ്തു, ദേവിയുടെ അടുത്ത് പോയി ഈ വൈരമുക്കൂത്തി മോഷ്ടിച്ചു. അദ്ദേഹം എന്നിട്ട് വീട്ടിലേക്ക് പോയി, അതും എടുത്തുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞ് അമ്പാളിന് പ്രസാദം സമർപ്പിക്കാനായിട്ട് അല്ല, ദക്ഷിണയും നിവേദ്യവുമൊക്കെ സമർപ്പിക്കാനായി പൂജാ സ്ഥലത്ത് നിന്ന്, ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് നിന്ന് വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്താണ്, ഈ വൈരമുക്കൂത്തി കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ ഇതായി, വിഷമമായി, ആകാംക്ഷയായി. എല്ലാവരും അവിടെയെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മഹാത്മാവ് എന്ത് ചെയ്തു, മഹാത്മാവായിരുന്ന സ്ഥലത്തു നിന്ന് അനങ്ങിയേയില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായി, എന്താണ് മഹാത്മാവ് മാത്രം, അദ്ദേഹത്തിന് മാത്രം എന്താ വിഷമമില്ലാത്തത് അല്ല, ദേവിയുടെ ഇത്രയും വിലപിടിപ്പുള്ള ആഭരണം കളഞ്ഞു പോയിട്ട് അദ്ദേഹം വിഷമമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരൊക്കെ, ചില അമ്മമാർ കരയുന്നു, പല നാടകീയമായ രംഗങ്ങളും അവിടെ നടക്കുകയാണ്. അപ്പോൾ മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോവും, അവിടെ ഉണ്ട് ആ സാധനം, അവിടുന്ന് നീ അദ്ദേഹത്തിനെ വിളിക്കരുത്, അദ്ദേഹത്തിനോട് പറയുകയോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ആ മൂക്കൂത്തി ഈ വീട്ടിലുണ്ട്, അത് ധരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് സംശയമായോ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വീട്ടിലേക്ക് വന്ന, അതായത് മഹാത്മാവ് വിട്ട ശിഷ്യൻ പറഞ്ഞു, നിങ്ങൾ വീട് മുഴുവൻ അത് തേടൂ, അപ്പോൾ ആ മൂക്കൂത്തി കടയ്ക്കും, അത് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ അത് വീട് മുഴുവൻ അന്വേഷിച്ചപ്പോൾ ആ കള്ളൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ വൈരം മൂക്കൂത്തി ഭാര്യയ്ക്ക് കിട്ടി. ഭാര്യയ്ക്ക് വളരെ വിഷമമായി. കാരണം ഇതിങ്ങനെ ഇത്രയും ദേവിയുടെ ആഭരണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അതൊരു വളരെ എല്ലാവരും അറിഞ്ഞു കുറ്റകൃത്യമാണ്, ദേവിയുടെ കോപമുണ്ടാകും, കുലം നശിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭാര്യ കരയാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഗുരു എന്നെ വിട്ടതാണ്, നിങ്ങൾ ഇതുമായി വേഗം യജ്ഞശാലയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവരത് ധരിക്കാതെ തന്നെ എടുത്തുകൊണ്ട് വന്നു. അവരുടെ കയ്യിൽ അതുമായിട്ടിരുന്ന് അവർ ക്ഷമ ചോദിച്ചു, കാല് പിടിച്ചു ഗുരുവിൻ്റെ. ഞാൻ അറിഞ്ഞിട്ടില്ല, ഇങ്ങനൊരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത്, അദ്ദേഹം ചെയ്ത തെറ്റിന് സഹധർമ്മിണിയായ ഞാൻ എൻ്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ക്ഷമ ചോദിക്കുന്നു, ദയവായി ക്ഷമിക്കണം, ഇത് തിരിച്ച് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാത്മാവ് ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ വീണ്ടും ഭാര്യ, ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചു. അപ്പോൾ മഹാത്മാവ് പറഞ്ഞു, അമ്മ അത് ധരിക്കാൻ പറഞ്ഞു, അതായത് ആ കള്ളൻ്റെ ഭാര്യയോട് നിങ്ങളത് മൂക്കിൽ ധരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വളരെ പേടി, അയ്യോ ദേവിയുടെ മുതൽ കക്കുകയും ചെയ്ത് ഇനി അത് ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പാപമില്ല, ഇനി അവർ വിചാരിച്ചു സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയായിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അങ്ങയോട് മാത്രമല്ല ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ മഹാത്മാവ് പറഞ്ഞു, അതൊന്നുമല്ല, അങ്ങ് തന്നെ അത് ധരിക്കണം,
എന്നിട്ട് മഹാത്മാവ് എന്ത് ചെയ്തു, ഈ സ്ത്രീ ഇത് ധരിക്കാതിരുന്നപ്പോൾ വലിയൊരു പാത്രം നിറച്ച് ധാന്യങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, നിവേദ്യം, മധുരപലഹാരങ്ങൾ, പട്ടുസാരി, അങ്ങനെ എല്ലാം ദേവിക്ക് എന്താണോ ഈ യജ്ഞത്തിന് ശേഷം സമർപ്പിക്കാൻ വെച്ചിരുന്ന നിവേദ്യം, ആ നിവേദ്യം മുഴുവൻ ഈ സ്ത്രീയുടെ പാദങ്ങളിൽ ഈ മഹാത്മാവ് സമർപ്പിച്ചു. അപ്പോൾ സ്ത്രീ വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? ഞാനൊരു കള്ളൻ്റെ ഭാര്യയാണ്, എനിക്ക് പാപമുണ്ടാകും. അപ്പോൾ മഹാത്മാവ് ആ സ്ത്രീയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഇത് ദയവായി ധരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്യുന്ന കണ്ടപ്പോൾ സ്ത്രീക്ക് വളരെ വിഷമമായി. അവരത് മൂക്കിൽ ധരിച്ചു. എന്നിട്ട് ഈ നിവേദ്യങ്ങളൊക്കെ ഈ സ്ത്രീ 2 കൈ നീട്ടി സ്വീകരിച്ചു. അപ്പോൾ മഹാത്മാവ് അവിടെ കൂടിയിരുന്നവർക്ക് എല്ലാവർക്കും വളരെ അത്ഭുതമായി, എന്താണ് അങ്ങ് ചെയ്യുന്നത്? അപ്പോൾ മഹാത്മാവ് പറഞ്ഞു, അത് ഈ സമയത്ത് ആ ദേവിയുടെ ഈ രൂപമാണ് ആ വൈരമുക്കൂത്തി അണിയേണ്ടതെന്നാണ് ദേവിയുടെ ഇച്ഛ. അതുകൊണ്ടാണ് അവർക്ക് ആ ഭാഗ്യമുണ്ടായത്. ഇത്രയും നാളും അണിഞ്ഞിരുന്നത് ആ ഒരു ദേവിയുടെ പ്രതിമയായിരുന്നു, ആ രൂപമായിരുന്നു അത്. ആ ദേവി സംസാരിക്കില്ല എന്നേ ഉള്ളൂ. ഈ ദേവി, ഇതും ദേവിയുടെ രൂപം തന്നെ, ഇവർ സംസാരിക്കുന്ന ദേവിയാണ് എന്ന് മഹാത്മാവ് പറഞ്ഞു. അപ്പോൾ ആ കൂടെ അവിടെ നിന്ന സജ്ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം, ഇത് നടന്ന സംഭവമാണ് തമിഴ്നാട്ടിലും. അപ്പോൾ ഇത് ഈ സന്ദർഭത്തിൽ പറയാൻ കാരണം, ആ മഹാത്മാവ് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിച്ചു. അത് വിഗ്രഹമായിക്കോട്ടെ, കള്ളൻ്റെ ഭാര്യ ആയിക്കോട്ടെ, രണ്ടിലും ഭേദവ്യത്യാസമില്ല. എല്ലാറ്റിലും ഈശ്വരനെ. കള്ളൻ അത് കളവ് ചെയ്യുന്നതും ദേവി അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ. ഈ സംസാരിക്കുന്ന ഈ സ്ത്രീയും ദേവിയുടെ തന്നെ ഒരു രൂപം. അത് രണ്ടെന്ന ഭാവമില്ലാതെ കാണാൻ സാധിച്ചതാണ് ആ മഹാത്മാവ്. അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ, അതായത് ശാസ്ത്രജ്ഞാനത്തിലൂടെ അറിവ് നേടി മഹാത്മാക്കളായവർ, അവരുടെ അനുഭവം, അവരെങ്ങനെയാണ് മഹാത്മാക്കളാകുന്നത്, എങ്ങനെയാണ് അവരെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അവരെല്ലാറ്റിലും ഈശ്വരനെ കാണുന്നു. അത് കള്ളൻ്റെ ഭാര്യയെന്നില്ല, കള്ളനെന്നില്ല അല്ലേ, സമ്പന്നെന്നില്ല, ഈശ്വരൻ്റെ വിഗ്രഹമെന്നില്ല അല്ലേ, നായെന്നില്ല, പശുവെന്നില്ല, എല്ലാറ്റിലും ഈശ്വരനെ കാണും. അതാണ് നാമും ആർജിക്കേണ്ടത്. പതിയെ പതിയെ നമ്മൾക്കും ഓരോന്നിലും ഈശ്വരൻ്റെ ആ സ്വരൂപത്തെ ദർശിക്കുവാനുള്ള വഴി കാട്ടിത്തരികയാണ് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പഞ്ചകോശ വിവേകത്തിലൂടെ നടത്തിയത്. അങ്ങനെ നമ്മൾ പഞ്ചകോശ വിവേകം അവസാനിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത ടോപ്പിക്ക് ആരംഭിക്കുന്നത് അദാതോനു പ്രശ്ന എന്ന് തുടങ്ങിയാണ്. ഇവിടെ 3 ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആ 3 ചോദ്യങ്ങൾ ഇന്നലെ എഴുതിയിരുന്നു. ബ്രഹ്മൻ അസ്തിവാ നാസ്തി അല്ലേ, ബ്രഹ്മൻ ഉണ്ടയോ ഇല്ലയോ എന്ന് ആദ്യത്തെ ചോദ്യം ശിഷ്യൻ ചോദിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്താ, മരണശേഷമോ അല്ലെ മഹാപ്രളയത്തിന് ശേഷമോ ജ്ഞാനി ബ്രഹ്മനെ അടയുമോ? മൂന്നാമത്തെ ചോദ്യം, അജ്ഞാനി മരണശേഷം ബ്രഹ്മനെ അടയുമോ, അതായത് പരമാത്മാവിനെ അടയുമോ ഇല്ലയോ? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇന്നലെ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതാൻ സാധിക്കാത്തവർ ദയവായി അത് 3 ചോദ്യങ്ങൾ കുറിച്ച് വെക്കുക. കാരണം ഈ അധ്യായം അവസാനിക്കുന്നത് വരെ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അപ്പോൾ ചോദ്യം അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇനിയുള്ള ഭാഗങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ശിഷ്യന്മാർ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കാം അല്ലേ, നമുക്കെപ്പോഴും ഒരു സംശയമുണ്ട്. ബ്രഹ്മൻ ബ്രഹ്മൻ എന്ന് നിങ്ങളിങ്ങനെ പറയുന്നു, മറ്റുള്ള ആളുകളും നമ്മളെ കളിയാക്കും, നിങ്ങളൊരു അദ്വൈതികൾ, എല്ലാം ബ്രഹ്മൻ എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലും എപ്പോഴെങ്കിലും ഈ സംശയം തോന്നാം, അല്ലെ മുമ്പ് ഉണ്ടായിട്ടിരുന്ന ബ്രഹ്മനുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതിനുള്ള ആ ചോദ്യത്തിനുള്ള മറുപടി തരികയാണ്. ഇവിടെ നമുക്ക് ആരംഭിക്കാം. അധാതോനു പ്രശ്നാഹ, അതോ അനുപ്രശ്നാഹ, അതാ ദെയർ ആഫ്റ്റർ, അതിനുശേഷം, ഏതിനുശേഷം? അത എന്ന് വെച്ചാൽ പഞ്ചകോശ വിവേക അനന്തരം, പഞ്ചകോശ വിവേകം എന്ന ടോപ്പിക്കിന് ശേഷം, അതാണ് പഞ്ചകോശ വിവേക അനന്തരം. അനന്തരം എന്ന് വെച്ചാൽ നെക്സ്റ്റ്, അതിനുശേഷം. അതാ
ദെയർ ആഫ്റ്റർ, അതിനുശേഷം എന്നാണ്. അത് കഴിഞ്ഞ് അടുത്തത് അതാ, ത, ആ ത, തായ്ത്ത ദായ്ത്തയിൽ ത, ആദ്യത്തെ ത, അതാ. അതാന്ന് വെച്ചാൽ അവിടെ ദെയർഫോർ, അതായത് അതിനുശേഷം, അതുകൊണ്ട് ഒരു ചോദ്യം. അനുപ്രശ്നാഹ, ശിഷ്യൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായി. ആ ചോദ്യമുണ്ടായ കാരണത്തിനാൽ ഈ വീണ്ടും സംശയങ്ങൾ മാറുവാനായി ചോദ്യ ഉത്തര വിവരണം ഇവിടെ ആരംഭിക്കുകയാണ്. അതാണ് അനുപ്രശ്നാഹ. അതായത് പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യം, അനുപ്രശ്ന എന്ന് വെച്ചാൽ ചോദ്യം, ഉത്തരം, വീണ്ടും ചോദ്യം, വീണ്ടും ഉത്തരം, അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. അതാണ് അതോ അനുപ്രശ്നാഹ എന്ന്. നമുക്ക് ആ ഒരു ഹിൻഡ് തരികയാണ്, ടോപ്പിക്ക് മാറി ഇനിയും അടുത്ത ചോദ്യോത്തര പങ്ക്തി തുടങ്ങുകയാണ് എന്ന്. നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഉദാ വിദ്വാനമും ലോകം പ്രേത്യ. ഉദാ എന്ന് വെച്ചാൽ ഇൻ കേസ്, സപ്പോസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഉദാ അവിദ്വാൻ അല്ലേ, ഉദാ വിദ്വാൻ എന്നല്ല, ഉദാ അധികം അവിദ്വാൻ, സമാസം അങ്ങനെയാണ്. ഉദാ അധികം അവിദ്വാൻ, ഒരുമിച്ച് പറയുമ്പോൾ ഉദാ വിദ്വാൻ. ഉദാ അവിദ്വാൻ അമും ലോകം പ്രേത്യ. അതായത് അവിദ്വാൻ എന്ന് വെച്ചാൽ അജ്ഞാനി, അമും ലോകം പ്രേത്യ എന്ന് വെച്ചാൽ മരണശേഷം. അതായത് അവിദ്വാൻ അല്ലെങ്കിൽ അജ്ഞാനി മരണശേഷം കച്ചന ഗച്ഛതി, ഈ ബ്രഹ്മനെ അടയുമോ. ഗച്ഛതി എന്ന് വെച്ചാൽ അടയുക, കച്ചന ഗച്ഛതി എന്ന് വെച്ചാൽ ഈ പഞ്ചകോശ വിവേകം നടത്തിയപ്പോഴും മറ്റു ഉപാസനകളൊക്കെ പറഞ്ഞു തന്നപ്പോഴും ഒക്കെ അങ്ങ് പറഞ്ഞല്ലോ, പരമാത്മാവാണ് എല്ലാറ്റിനും മൂലാധാരം, കാരണഭൂതനായിരിക്കുന്നത്, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്ന്. ആ പരമാത്മാവിനെ അജ്ഞാനി മരണശേഷം അടയുമോ. അതാണ് അമും ലോകം. അമും ലോകം എന്ന് വെച്ചാൽ ബ്രഹ്മൻ്റെ ലോകം, അതായത് പരമാത്മാവുമായി ഏകീഭവിക്കും. ലോകം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഭൂലോകം, ഭൂവർലോകം അതല്ല. ഇവിടെ ലോകം എന്ന് വെച്ചാൽ പരമാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടം മുഴുവൻ, അതിനെ അടയുമോ ഒരു ചോദ്യം. അതാണ് നീട്ടി ഗച്ഛന ഗച്ഛതി എന്ന്. അപ്പം ചോദ്യം നമ്മൾ പറഞ്ഞത് തന്നെ ഇവിടെ ചോദ്യരൂപത്തിൽ സംസ്കൃത മന്ത്രത്തിൽ പറയുന്നതേ ഉള്ളൂ. ചോദ്യം നമ്മൾ എഴുതിയത് തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതിനുശേഷം ആഹോ വിദ്വാൻ അമും ലോകം പ്രേത്യ. അഹോ വിദ്വാൻ, അതിനുശേഷം എന്താണ്, വിദ്വാൻ അമും ലോകം. വിദ്വാൻ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനി, ജീവൻ മുക്തൻ. അമും ലോകം പ്രേത്യ, അതായത് മരണശേഷം എന്താണ്, കച്ചിത് സമഷ്ണുതാ, അദ്ദേഹവും ബ്രഹ്മനെ അടയുമോ അല്ലേ. അപ്പം അജ്ഞാനി മരണശേഷം പരമാത്മാവുമായി ഏകീഭവിക്കുമോ, അതോ ജ്ഞാനിയാണോ മരണശേഷം പരമാത്മാവുമായി ഏകീഭവിക്കുന്നത്. അതാണ് ഇവിടുത്തെ അതായത് നമ്മൾ ചോദ്യം നമ്പർ 2 പറഞ്ഞത്. ഇനി അടുത്തത് ചോദ്യം നമ്പർ 1 പറയുകയാണ്. ബ്രഹ്മൻ ഉണ്ടോ ഇല്ലയോ അല്ലേ, അതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത്. ബ്രഹ്മൻ ഉണ്ടോ ഇല്ലയോ എന്ന ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ ആരംഭിക്കുന്നത്. സ്വകാമയത. ചോദ്യമൊന്നുമില്ല, ചോദ്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. ചോദ്യം അതായത് ഉപനിഷത്തിൻ്റെ രീതി ഇങ്ങനെയാണ്, ഒരുപാട് അവർ സംസാരിക്കില്ല. ഒരു ചോദ്യമുണ്ട്, അതിൽ തന്നെ 3 ചോദ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. സ്വകാമയത. എന്ന് വെച്ചാൽ സഹ, അവൻ. ആര്? ഇവിടെ സഹ എന്ന് വെച്ചാൽ സഹ ബ്രഹ്മ. അകാമയത അല്ലേ, സഹ അകാമയത. ആഗ്രഹിച്ചു, അതായത് പരമാത്മാവ് ആഗ്രഹിച്ചു. ബ്രഹ്മനുണ്ടോ ഇല്ലയോ, ശ്രദ്ധിക്കണേ, ബ്രഹ്മൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള മറുപടിയാണ് തുടങ്ങുകയാണ്. സഹ അകാമയ, പരമാത്മാവ് ആഗ്രഹിച്ചു
അതായത് ഇവിടെ ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ പോലെയുള്ള പണം വേണം, പുത്രപൗത്രന്മാർ വേണമെന്നുള്ള ആഗ്രഹമല്ല, ഇവിടെ സങ്കല്പം. ഇപ്പോൾ അകാമയത ഇസിക്കൽ ടു സങ്കല്പ. നോട്ട് ചെയ്തോളൂ, അകാമയത ഇസിക്കൽ ടു സങ്കല്പ. സോ അകാമയത എന്ന് വെച്ചാൽ പരമാത്മാവ് സങ്കല്പിച്ചു. എന്തിനെ സങ്കല്പിച്ചു? ബഹുസ്യാം പ്രജായേ ഏതി. ബഹുസ്യാം പ്രജായ ഇതി. ബഹുസ്യാം, ലെറ്റ് മീ ബിക്കം മെനി, അതാണ് ബഹുസ്യാം. അതായത് ഞാൻ പലതാകട്ടെ. എങ്ങനെ പലതാകും? പ്രജായ ഇതി, പ്രജകളിലൂടെ ഞാൻ പലതായി മാറട്ടെ. ഇപ്പോൾ പരമാത്മാവ് സൃഷ്ടിക്കണം, തനിക്ക് സൃഷ്ടി നടത്തണമെന്ന സങ്കല്പമുണ്ടായി. എങ്ങനെ സങ്കല്പമുണ്ടായി? ജഡവസ്തുവിനെ സങ്കല്പിക്കാൻ പറ്റൂല, ചേതനത്തിനെ സങ്കല്പിക്കാൻ പറ്റും. അപ്പം ഇവിടെ സഹ എന്ന് വെച്ചാൽ സഹ ബ്രഹ്മ ചേതന, പരമാത്മാവ് സങ്കല്പിച്ചു ഞാൻ പലതാകട്ടെ എന്ന സങ്കല്പമുണ്ടായി. എങ്ങനെ പലതാകട്ടെ? ഞാൻ പ്രജകളിലൂടെ പലതായി മാറട്ടെ എന്ന സങ്കല്പമുണ്ടായി. അപ്പോൾ എന്തു ചെയ്തു? സതപോ തപ്യത. അതിനായി സഹ, ആ പരമാത്മാവ് ബ്രഹ്മൻ എന്ത് ചെയ്തു? തപഹ അതപ്യത. നിങ്ങളുടെ ബുക്കിൽ എഫ് എന്നാണ്, അത് ആയ സൂചിപ്പിക്കുന്ന അക്ഷരമാണ്. സൈലൻ്റ് ആയതുകൊണ്ടാണ് എഫ് എന്നിട്ടിരിക്കുന്നത്. അതായത് ആ നമ്മളവിടെ ഉച്ചരിക്കില്ല, പക്ഷെ ആ അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് എഫ്. സതപോ അതപ്യത. അതിനായി ഈശ്വരൻ എന്ത് ചെയ്തു? തപസ്സു ചെയ്തു. അല്ലേ? ഇവിടെ തപസ് ചെയ്യാന്ന് വെച്ചാൽ മുനിമാരിരുന്ന് ഒറ്റക്കാലിരുന്ന് തപസ് ചെയ്യുന്ന പോലെ അതല്ല. ഇവിടെ തപസ് എന്ന അർത്ഥത്തിന് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ സൃഷ്ടിക്കാം എന്ന ക്രമം പരമാത്മാവ് ചിന്തിച്ചു. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്യണം. തപസ്സെന്ന് വെച്ചാൽ എനിക്ക് പലതാകണമെന്നുള്ള സങ്കല്പമുണ്ടായി. ഞാൻ എങ്ങനെ പലതാകാം, എങ്ങനെയാ ക്രമികമായ സൃഷ്ടി, അല്ലേ, എങ്ങനെ പെർഫെക്റ്റായിട്ട് എനിക്ക് സൃഷ്ടിക്കാം എന്ന് പരമാത്മാവ് ചിന്തിച്ചു. ആ ചിന്തയാണ് ഇവിടെ തപ, അതായത് ജ്ഞാനമയം തപഹ എന്ന് പറയും. ആ ജ്ഞാനത്തിന്, ആ ചിന്തയെയാണ് ഇവിടെ തപസ് എന്ന് പറയുന്നത്. അപ്പോൾ പരമാത്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മനുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി പറയാണ്. പരമാത്മാവ് എനിക്ക് പലതാകണമെന്നുള്ള സങ്കല്പമുണ്ടായി, ഞാൻ പ്രജകളിലൂടെ പലതാകട്ടെ എന്ന് സങ്കല്പിച്ചു. അങ്ങനെ പ്രജകളിലൂടെ പലതാകാനായി സൃഷ്ടി ആരംഭിക്കാമെന്ന് സങ്കല്പിച്ചതിൻ്റെ ഫലമായി എങ്ങനെ സൃഷ്ടിക്കാം, ക്രമികമായി എങ്ങനെ പെർഫെക്റ്റായി എനിക്ക് സൃഷ്ടി നടത്താം എന്നുള്ള ക്രമസൃഷ്ടിയെ പരമാത്മാവ് ചിന്തിച്ചു. അവിടെ വരെ നമ്മൾ കണ്ടോളൂ. സതപസ്തപ്ത്വാ, പരമാത്മാവ് അതിനായി തപസ് ചെയ്തു. അതായത് അതിനെക്കുറിച്ച്, ആ ക്രമിക സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചു. ഇതകും സർവമസൃജത, ഇതകും ശേഷം സർവമസൃജത, സർവപ്രപഞ്ചത്തിനെയും സൃഷ്ടിച്ചു. ഒറ്റ വാക്കി തീർന്നു. പരമാത്മാവ് സങ്കല്പിച്ചു എങ്ങനെ ക്രമികമായി സൃഷ്ടിക്കാമെന്നുള്ള സങ്കല്പം നടത്തി. ആ സങ്കല്പത്തിന് ശേഷം എന്താ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് സൃഷ്ടി നടന്നു. അല്ലേ? നമ്മൾക്കൊക്കെ സൃഷ്ടിക്കണ എന്ത് കാര്യമാണെങ്കിലും എത്ര സമയം വേണം, എത്ര പ്രയത്നം വേണം. ഭഗവാൻ സർവജ്ഞനാണ്. ഒരു സങ്കല്പം കൊണ്ട് സർവറ്റിനെയും സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള കഴിവുണ്ട്. അതാണ് ഈശ്വരൻ. അതാണ് പരമാത്മാവ് സൃഷ്ടിച്ചു. തപസ്സിന് ശേഷം എന്താണ്? സർവം അസൃജത, സർവപ്രപഞ്ചത്തെ, അതായത് ഈ 14 ലോകവും അതിലുള്ള സർവ ജീവരാശികളെയും സൃഷ്ടിച്ചു. യദിദം കിഞ്ച, നമ്മൾക്ക് ബുദ്ധിയിൽ ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, യത് ഇദം കിഞ്ച, എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, ഒന്നും ബാക്കി വെക്കാതെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എന്നാണ് യദിദം കിഞ്ച. അപ്പം നിങ്ങളുടെ മനസ്സിലും ആ ഭാവന ഉണ്ടാകണം. ഭഗവാൻ അല്ലേ ആ തപോമഗ്നനായി ധ്യാനമഗ്നനായി ഇരിക്കുന്നു. അപ്പോൾ ഭഗവാന് സങ്കല്പം കൊണ്ട് സർവപ്രപഞ്ചവും സൃഷ്ടി, ഒരു നിമിഷം കൊണ്ട് സൃഷ്ടി ഉണ്ടായി. എല്ലാറ്റിനെയും ഭഗവാൻ ഒരു അണു മുതൽ
ബ്രഹ്മാവ് വരെയുള്ള സർവ്വജീവരാശികളെയും പരമാത്മാവ് തൻ്റെ സങ്കല്പമാത്രയിൽ തന്നെ സൃഷ്ടി നടത്തി. അതാണ് അതേദിതം കിഞ്ച എന്ന് വരെ. അതിനുശേഷം സൃഷ്ടി നടത്തിയതിന് ശേഷം എന്ത് ചെയ്തു? തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. അത് അണ്ടർലൈൻ ചെയ്യണം. പരമാത്മാവ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം തത് സൃഷ്ട്വാ എന്ന് വെച്ചാൽ സർവറ്റിനെയും സൃഷ്ടിച്ച് തദേവാനുപ്രവിശ്യ തത് ഏവ അനുപ്രവിശ്യ അതിനുശേഷം എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. അതിനുശേഷം എന്താ? അനുപ്രവിശ്യ അതിലേക്ക് പ്രവേശിച്ചു. അതാണ്. ഇപ്പം നമ്മളിതൊക്കെ വീട് കെട്ടൂലേ, പാലുകാച്ചി പെരവാസ്തോലി എന്ന് പറയും. പല നാട്ടിലും അതിന് പല പേരുകളാണ് പറയുന്നത്. അതായത് നമ്മൾ ഗൃഹപ്രവേശം, ആ വീട് കെട്ടി വീട്ടിലേക്ക് നമ്മൾ താമസിക്കാനായി പൂജയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗൃഹപ്രവേശം നടത്തും. അതുപോലെ തന്നെ പരമാത്മാവ് എന്താണ്? ഈ സർവ്വലോകത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം എന്താ? അതിലേക്ക് പ്രവേശിച്ചു. ഇതിനെയാണ് പ്രവേശശ്രുതി എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോളൂ. നമുക്കിനി ബൃഹദാരണ്യമൊക്കെ പഠിക്കുമ്പോൾ ആവശ്യം വരും പ്രവേശശ്രുതി. നിങ്ങൾ പലയിടത്തും ഇത് ബുക്കൊക്കെ വായിക്കുമ്പോൾ കാണാം. സൃഷ്ടിക്രമം പറയുന്നിടത്തൊക്കെ ഇതുണ്ട്, പ്രവേശശ്രുതിയുണ്ട്. ഇത്രയേ ഉള്ളൂ. പ്രവേശശ്രുതി എന്ന് വെച്ചാൽ പരമാത്മാവ് തൻ്റെ സങ്കല്പം കൊണ്ട് എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, സർവ്വതനെയും സൃഷ്ടിച്ചു. അതിനുശേഷം അതിലേക്ക് പ്രവേശിച്ചു. തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് അതിലേക്ക് പ്രവേശിച്ചു. തദനുപ്രവിശ്യ അടുത്തത് ഈശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിക്ക് ശേഷം പ്രവേശിച്ച ശേഷം സച്ചത്തെച്ചാഭവത് അത് എന്തായി? ആ ഉണ്മ എല്ലാ രൂപത്തിലും പ്രകടമായി. അതാണ് സത് ച തെച്ച. ആ സത്ത് എന്ന് വെച്ചാൽ എന്താ? ഉണ്മ, പരമാത്മാവ്. സത് ചിത് അതായത് ആ ഉണ്മ സ്വരൂപൻ, ചൈതന്യ സ്വരൂപൻ പരമാത്മാവ്. അഭവത് അതായത് അഭവം എന്ന് വെച്ചാൽ പ്രകടമാകുക, എല്ലാറ്റിലും പ്രകടമായി. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു വീട് കെട്ടി അതിൽ താമസിക്കാതിരുന്നാൽ അത് വെറും കോൺക്രീറ്റ് കെട്ടിടം മാത്രം അല്ലേ? ആളുകൾ അതിൽ പ്രവേശിച്ച് താമസിച്ചാലേ അതിന് നമ്മൾ ഗൃഹമെന്ന് പറയും. അല്ലെങ്കിൽ എന്താ? കെട്ടിടമെന്ന് അല്ലേ? കല്ലും മണ്ണും ഒക്കെ ചേർന്ന ജഡമായ ഒരു കെട്ടിടം, ഒരു ജഡപദാർത്ഥമാണ്. പക്ഷേ നമ്മളതിൽ ആ വീട്ടിലേക്ക് പ്രവേശിച്ച് ഗൃഹപ്രവേശം കഴിഞ്ഞ് പാല് കാച്ചി ഗണപതി ഹോമവും മറ്റു പൂജകളും ഒക്കെ ചെയ്ത് അതിൽ പ്രവേശിച്ച് അതിൽ താമസം തുടങ്ങിയാൽ എന്താണ്? ആ കെട്ടിടം എന്നുള്ള ആ ഐഡൻറ്റിറ്റി മാറി ഗ്രഹം എന്നുള്ള നാമം വരും. അതുപോലെ തന്നെ പരമാത്മാവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നമ്മളും ചേതനമുള്ള വസ്തുവായി മാറി, ജഡാവസ്ഥ മാറി ചേതനത്വം എന്ന അവസ്ഥ കൈവരിച്ചു എല്ലാ ജീവരാശികളും. അതാണ് പറയുന്നത്. അപ്പം ഭഗവാനുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ഇവിടെ തന്നെ ഉത്തരം കിട്ടി. ഭഗവാനുണ്ട്. അല്ലെങ്കിൽ എന്താ? നമ്മളൊക്കെ ജഡം. ചൈതന്യം അതിലേക്ക് പ്രവേശിച്ചു. അതിലെല്ലാം എല്ലാ വസ്തുക്കളിലും വ്യാപകമായി. എങ്ങനെയാണോ നമ്മൾ സ്വിച്ചിടുമ്പം ലൈറ്റ് കത്തുമ്പോൾ മുറി മുഴുവൻ പ്രകാശം വ്യാപിക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ടാണല്ലേ? ലൈറ്റ് കത്തി ആ അജ്ഞാനം മാറി, ഇരുട്ട് മാറി, മുറി മുഴുവൻ നമുക്ക് ആ പ്രകാശം വ്യാപിക്കും. അതുപോലെ തന്നെ പരമാത്മാവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്താണ്? നമ്മൾ പ്രകടമായി, നമ്മൾക്ക് ജീവൻ വന്നു. അപ്പോൾ നിരുക്തം ച നിർവചിക്കപ്പെട്ടിട്ടുള്ളവയും അനിർവചനീയവുമായ മാറി സൃഷ്ടികർത്ത. അതായത് നമ്മൾക്ക് കണ്ടനുഭവിക്കാവുന്ന സാധനങ്ങളിലും, അതായത് ഞാൻ, പശു, ആട്, എല്ലാ ജീവരാശികളിലും നമ്മൾക്ക് അനിരുക്തം കാണാൻ സാധിക്കാത്ത, അതായത് സ്വർഗലോകം, പിതൃലോകം, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, ദേവതകൾ, ഇവരൊന്നും നമുക്ക് കാണില്ല. അവരെയും അതായത് നമ്മൾക്ക് കണ്ടനുഭവിക്കാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിലെയും നമ്മൾക്ക് കാണാത്ത കേട്ടിട്ടുള്ള പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് ഈ ബ്രഹ്മാണ്ടത്തിൽ, അതിലേക്കൊക്കെ ഭഗവാൻ എന്ത് ചെയ്തു?
പ്രവേശിച്ചു, അതിലൊക്കെ വ്യാപകമായി എന്ന് പറയും അല്ലേ. ഇത് വേദമന്ത്രമാണ്. കൃഷ്ണ യജുർവേദം കളവ് പറയില്ല, സത്യമാണ് അല്ലേ. വേദോ സത്യ, വേദോ അഖില ധർമ്മമൂലഃ എന്ന് പറയും. അപ്പം വേദം സത്യവചസ്സുക്കളാണ്. അത് സത്യമായി യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് നമ്മളോട് അല്ലേ. അപ്പം നമ്മളിൽ ഓരോരുത്തരിലും ആരാണ് പ്രവേശിച്ചിരിക്കുന്നത്? ഭഗവാൻ. ഭഗവാന്റെ ഇരിപ്പിടം മാത്രമാണ് ഈ ശരീരം അല്ലേ. നമ്മൾ വെറും അല്ലേ ഭഗവാൻ ഇരിക്കുവാനുള്ള ഒരു ഇരിപ്പിടം അല്ലേ. ഇപ്പം നമ്മൾ ഇതൊക്കെ ഇല്ലേ, ബെഞ്ചും കസേരയൊക്കെ ഇല്ലേ, നമുക്കിരിക്കുവാനുള്ള ഒരു വസ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരം എന്താ? ഭഗവാൻ ഇരിക്കുവാനുള്ള ഒരു ഇരിപ്പിടം മാത്രം. ആ ഒരു ഭാവം ഉണ്ടാക്കി തരികയാണ് യാജ്ഞവൽക്യ മഹർഷി. അതിലൂടെ നമ്മുടെ അഹംബുദ്ധി ഞാനെന്നുള്ള ഭാവം മാറ്റിത്തരികയാണ് അല്ലേ. ഇത് ഭഗവാന്റെ ഇരിപ്പിടം, ഭഗവാന്റെ ശ്രീകോവിൽ. നിലയനം ച അനിലയനം ച അല്ലേ. അതായത് എന്നിട്ട് എന്തു ചെയ്തു? ഭഗവാൻ നമ്മളിലേക്ക് നിലയനം ചെയ്തു. അതായത് പ്രാണൻ നമ്മുടെ ശരീരത്തിന് ആശ്രയം കൊടുക്കുന്നത് ശരീരൻ പ്രാണനാശ്രയമായി വസ്തുവായി മാറി. അതായത് ആശ്രയമുള്ളവോ ആശ്രയം ഇല്ലാത്ത നമ്മളിലേക്ക് ആശ്രയരൂപമായി പരമാത്മ. അതാണ് നിലയനം ആ നിലയനം ച ആ നിലയനം. നമ്മളുടെ ഈ ശരീരത്തിലേക്ക് പരമാത്മാവെന്ന പ്രാണൻ നൽകി നമ്മളെ ആശ്രയിച്ചു അല്ലേ. നമ്മൾക്ക് ആശ്രയം നൽകി, അഭയം നൽകി പരമാത്മാ അല്ലേ. പ്രാണനുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ജഡമല്ലാതിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രാണൻ പോലും, ഒരു സെക്കൻഡ് പ്രാണൻ പോലും നമുക്ക് സ്വന്തമില്ല. ഭഗവാനെ ആശ്രയിച്ചാണ് പ്രാണൻ പോലും നിൽക്കുന്നത്. വിജ്ഞാനം ച അവിജ്ഞാനം ച. വിജ്ഞാനം അതായത് ചേതന വസ്തുക്കൾ, പ്രാണികൾ. അവിജ്ഞാനം എന്ന് വെച്ചാൽ കല്ല്, മണ്ണ്, അചേതന വസ്തുക്കൾ. അപ്പോൾ വിജ്ഞാനം ച അവിജ്ഞാനം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ചേതന അചേതന വസ്തു അവയിലേക്കൊക്കെ പ്രവേശിച്ചു. ഇപ്പോൾ കല്ലിലും മണ്ണിലും എല്ലാം കുടികൊള്ളുന്നത് ഭഗവാൻ. എന്നിലും പശുവിലും ആനയിലും സിംഹത്തിലും ഉറുമ്പിലും എല്ലാം കുടികൊള്ളുന്നു. അതാണ് ചേതന വസ്തു. അചേതനം എന്ന് വെച്ചാൽ കല്ല്, മരങ്ങളൊക്കെ, അവയിലൊക്കെ. അപ്പോൾ വിജ്ഞാനം ച അവിജ്ഞാനം എന്ന് വെച്ചാൽ ചേതന വസ്തുക്കളിലും അചേതന വസ്തുക്കളിലും കുടികൊള്ളുന്നത് ഭഗവാൻ. സത്യം ച അനൃതം ച സത്യം അഭവത്. സത്യം ച അനൃതം ച സത്യം അഭവത്. സത്യമായിരിക്കുന്നതും അനൃതമായിരിക്കുന്നതും ഭഗവാൻ തന്നെ അല്ലേ. സത്യമായിരിക്കുന്നതും അനൃതമായിരിക്കുന്നതും ബ്രഹ്മൻ തന്നെ എന്ന്. അതായത് ഇവിടെ വ്യാവഹാരിക സത്യവും പാരമാത്മിക സത്യവും, അതാണ് സത്യം അനൃതം എന്ന് പറയുന്നത്. അതായത് വ്യാവഹാരിക സത്യം എന്ന് വെച്ചാൽ ഇപ്പം കുടിവെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം മാറും, അത് സത്യം, അതിനെയാണ് വ്യാവഹാരിക സത്യം. അനൃതം എന്ന് വെച്ചാൽ പാരമാർത്ഥിക സത്യം. ചേതന പ്രപഞ്ചമുള്ളത് കൊണ്ട് ജലം കുടിക്കാൻ സാധിക്കുന്നു. അതൊരു ഉദാഹരണമാണ്. ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേര്. സത്യം എന്ന് വെച്ചാൽ വ്യാവഹാരിക സത്യം. ഞാനുണ്ട്, നിങ്ങളുണ്ട്, എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അത് സത്യം. പാരമാർത്ഥിക സത്യം എന്ന് വെച്ചാൽ അനൃതം. അതായത് പരമാത്മാവ് സത്യമായി എന്നും, അതാണ് ത്രികാലേ തിഷ്ഠതി ഇതി സത്യം, അതായത് നശിക്കാത്തത്, അതാണ് അനൃതം അല്ലേ. അപ്പോൾ സത്യം ച അനൃതം എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഞാനുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കുന്നത്. അനൃതം എന്ന് വെച്ചാൽ പരമാത്മാവ് സർവവ്യാപിയായി ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത് എന്നെനിക്ക് പറയാൻ സാധിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് സത്യമായിരിക്കുന്നതും അനൃതമായിരിക്കുന്നതും ഭഗവാൻ തന്നെ. യഥിതം കിഞ്ച, യഥിതം കിഞ്ച എന്ന് വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അതായത് എന്തെല്ലാം ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ അതെല്ലാമായി മാറിയിരിക്കുന്നത് ബ്രഹ്മൻ അല്ലേ. എന്തെല്ലാം ഉണ്ടോ, ചെറിയൊരു ഉറുമ്പ് പോലും, പുൽക്കൊടി പോലും പരമാത്മാവിൻ്റെ ഒരു സത്യപ്രകടിത രൂപം അല്ലേ. നമ്മൾ കാണാത്ത ഇന്ദ്രൻ അല്ലേ, ചതുർമുഖ ബ്രഹ്മാവ് അല്ലേ, നമ്മൾ കാണാത്ത ദേവതകൾ, നമ്മൾ കാണാത്ത ഗന്ധർവന്മാർ, എന്തൊക്കെ 33 കോടി എത്രയോ കണക്കുകളൊക്കെ പലരും പറയുന്ന കേൾക്കാം. അങ്ങനെ
കോടിക്കണക്കിന് ദേവതകൾ, കോടിക്കണക്കിന് ജീവരാശികൾ, എന്തൊക്കെ ഉണ്ടോ, എനിക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളവർ, എനിക്ക് ശേഷം ഇനി ജനിക്കാൻ പോകുന്നവർ, എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ ഭഗവാന്റെ പ്രകടിത രൂപം മാത്രം. ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇവയൊക്കെ നിലനിൽക്കുന്നത്. ഭഗവാനുണ്ടെങ്കിൽ അവയുണ്ട്, ഭഗവാനില്ല എങ്കിൽ ഞാനുമില്ല, ഈ പ്രപഞ്ചവുമില്ല. അതാണ് യതിദം കിഞ്ച. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഓർത്തോളൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി നമ്മോട് പറയും. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. തത് സത്യമിത്യാചക്ഷതേ. അതുകൊണ്ട് പരമാത്മാവിനെ അറിഞ്ഞ ഋഷികൾ ബ്രഹ്മനെ സത്യമെന്ന് വിളിക്കുന്നു. അതാണ് തൊട്ടു മുമ്പ് സത്യം ച അനൃതം എന്ന് പറഞ്ഞത്. പരമാത്മാവ് തന്നെ സത്യം, പരമാത്മാവ് തന്നെ അസത്യവും അല്ലെങ്കിൽ അനൃതവും അല്ലേ. പരമാത്മാവിനാലാണ് സർവവും വ്യാപിച്ചിരിക്കുന്നത് എന്ന് തത് സത്യമിത്തി ആചക്ഷതേ. ആചക്ഷതേ എന്ന് വെച്ചാൽ പറയുന്നു. ആര്? ഞാനല്ല. യാജ്ഞവൽക്യ മഹർഷിയുടെ അഭിനയം വീണ്ടും നോക്കൂ. ഞാനല്ല പറയുന്നത്, എൻ്റെ പൂർവികരായ മഹാത്മാക്കൾ, പരമാത്മാവിനെ അറിഞ്ഞ മഹാഋഷിക്കൽ, ജീവൻ മുക്തന്മാർ എനിക്കിതാണ് പഠിപ്പിച്ചു തന്നത് അല്ലേ. എനിക്ക് സൂര്യദേവൻ ഇതാണ് ഉപദേശിച്ചത്, പരമാത്മാവ് ബ്രഹ്മാവിന് ഇതാണ് ഉപദേശിച്ചത്, ബ്രഹ്മാവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഇതാണ് ഉപദേശിച്ചത്. അങ്ങനെ പരമ്പരയായി കിട്ടിയ അറിവ് ഇതാകുന്നു. അത് ഞാനും അനുഭവിക്കുന്നു, നിങ്ങളിലേക്കും പകരുന്നു എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. ഇത് സത്യമാണ്. ഇത് മാത്രമേ നിലനിൽക്കൂ. പരമാത്മാവ് മാത്രമേ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കൂ. അതുകൊണ്ട് ബ്രഹ്മനുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയാണ്. തദപ്യേഷ ശ്ലോകോ ഭവതി. ഇനിയും പറയാൻ പോകുന്ന അനുവാകവും പരമാത്മാവ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണത്. ബ്രഹ്മൻ അസ്തി വാ നാസ്തി എന്ന്. അപ്പോൾ ബ്രഹ്മനുണ്ട് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയായിരുന്നു? ജഗത്തുള്ളത് കൊണ്ട് പരമാത്മാവുണ്ട്, നമ്മളുള്ളത് കൊണ്ട് പരമാത്മാവുണ്ട്, പ്രപഞ്ചം പ്രാണരൂപത്തിലുള്ളത് കൊണ്ട് പരമാത്മാവുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിനുള്ള അനുവാകം 6 പറഞ്ഞത്. ഇനി നമ്മൾക്ക് അടുത്ത അനുവാകം 7 ഈ ചോദ്യത്തിനുള്ള അടുത്ത മറുപടി നമ്മൾക്ക് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എനിക്കറിയാവുന്ന പോലെ പറഞ്ഞു തരാം. യാജ്ഞവൽക്യ മഹർഷിയോട് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ഇത് മനസ്സിലാക്കി തരാനുള്ള ബുദ്ധിശക്തി നൽകണേ, ഓർമ്മശക്തി നൽകണേ, ശ്രദ്ധ നൽകണേ എന്ന് നമ്മൾക്ക് സമഷ്ടിയായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപനിഷത്ത് പഠനം നാളെ തുടരാം. എല്ലാവർക്കും പ്രണാമം. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്തുര്യമാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. തന്മാമവതു തത് വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.